ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ട്യൂബോർഡ്. നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത് നാളെ നമ്മുടെ ക്രിസ്മസ് എക്സാമിനേഷൻ ആണ് കെമിസ്ട്രിയുടെ, അല്ലേ? അതിൽ നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ സൊല്യൂഷൻസ് മുതൽ ആൽഡിഹൈഡ് കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ് എന്ന് പറയുന്ന ചാപ്റ്റർ വരെയുള്ള ടോപ്പിക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഓരോ ചാപ്റ്ററിൽ നിന്നും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മക്കളെ, ഈ ഒരു സെഷനിൽ ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അറീൻസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ചാപ്റ്ററിൽ നിന്ന് നാളത്തെ ക്രിസ്മസ് എക്സാമിനേഷന് ചോദിക്കാൻ സാധ്യതയുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ പോലും മക്കളെ നിങ്ങൾ പഠിക്കാതെ പോകരുത്. ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ പോലും മക്കളെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, പഠിക്കാതെ മിസ് ചെയ്യരുത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നോക്കടാ, നിങ്ങൾ നോക്കൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബ്രോമോ ഈത്തൈനിനെ സോഡിയം അയോഡൈഡുമായി അസറ്റോൺ മീഡിയത്തിൽ ട്രീറ്റ് ചെയ്യുമ്പോൾ അയോഡോ ആൽക്കെയിൻ ഉണ്ടാവുന്ന പരിപാടി. മക്കളെ, ഈ റിയാക്ഷൻ്റെ പേര് ഫിങ്കൽസ്റ്റൈൻ റിയാക്ഷൻ എന്നാണ്. ഫിങ്കൽസ്റ്റൈൻ റിയാക്ഷൻ എന്ന മക്കളെ, ഫിങ്കൽസ്റ്റൈൻ റിയാക്ഷൻ വളരെ കൃത്യമായി നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ക്ലോറോ അല്ലെങ്കിൽ ബ്രോമോ ആൽക്കെയിനെ സോഡിയം അയോഡൈഡുമായി അസറ്റോൺ മീഡിയത്തിൽ ട്രീറ്റ് ചെയ്താൽ അയോഡോ ആൽക്കെയിന് കിട്ടുന്ന പരിപാടിയുടെ പേരാണ് ഫിങ്കൽസ്റ്റൈൻ റിയാക്ഷൻ. എങ്ങനെ ക്ലോറോ അല്ലെങ്കിൽ ബ്രോമോ ആൽക്കെയിനെ സോഡിയം അയോഡൈഡുമായി അസറ്റോൺ മീഡിയത്തിൽ ട്രീറ്റ് ചെയ്യുമ്പോൾ അയോഡോ ആൽക്കെയിന് കിട്ടുന്ന പരിപാടിയുടെ പേരാണ് ഫിങ്കൽസ്റ്റൈൻ റിയാക്ഷൻ. ഒരു കാരണവശാലും അത് മറക്കരുത്. മക്കളെ, ഇതിനോട് ചേർത്ത് വെക്കേണ്ട കാര്യമാണ് സ്വാർട്സ് റിയാക്ഷൻ. എന്താ സ്വാർട്സ് റിയാക്ഷൻ? സ്വാർട്സ് റിയാക്ഷനും ഇതേപോലെ തന്നെ എന്താണ്, ഒരു ക്ലോറോ അല്ലെങ്കിൽ ബ്രോമോ ആൽക്കെയിൻ എടുക്കുക. ഇവിടെയും ക്ലോറോ അല്ലെങ്കിൽ ബ്രോമോ ആൽക്കെയിനാ, ഇവിടെയും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇവിടെ സോഡിയം അയോഡൈഡ് ആണെങ്കിൽ ഇവിടെ സിൽവർ ഫ്ലൂറൈഡ് ആണ്, അഥവാ ഒരു മെറ്റൽ ഫ്ലൂറൈഡാണ്. എന്താ സംഭവിക്കുക എന്നറിയോ? ഇവിടെയുള്ള X- അങ്ങോട്ട് പോവും, F- ഇങ്ങോട്ട് വരും. അങ്ങനെ നമുക്ക് ഫ്ലൂറോ ആൽക്കെയിന് കിട്ടും. ദിസ് ഈസ് കോൾഡ് സ്വാർട്സ് റിയാക്ഷൻ. ചുരുക്കി പറഞ്ഞാൽ സ്വാർട്സ് റിയാക്ഷനും ഫിങ്കൽസ്റ്റൈൻ റിയാക്ഷനും മക്കൾ കൃത്യമായി തന്നെ പഠിച്ചിരിക്കേണ്ടതുണ്ട്. അടുത്തത് ഡിഫറൻഷിയേറ്റ് SN1 ആൻഡ് SN2. മക്കളെ, SN1ഉം SN2ഉം തമ്മിലുള്ള ഡിഫറൻസ് നിർബന്ധമായും പഠിക്കണം. റിപ്പീറ്റഡ് ആയി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. മക്കളൊന്ന് പറഞ്ഞേടാ, SN1ഉം SN2ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാ? ഒരു 2 ഡിഫറൻസ് എങ്കിലും നിർബന്ധമായും പഠിക്കണം. ഒന്ന്, SN1 എന്ന് പറഞ്ഞാൽ അത് 2 സ്റ്റെപ്പ് മെക്കാനിസമാണ്. ഇത് എത്ര സ്റ്റെപ്പിൽ നടക്കുന്ന മെക്കാനിസമാണ്? സിംഗിൾ സ്റ്റെപ്പ് മെക്കാനിസമാണ്. മക്കളെ, രണ്ടാമത്തെ പോയിന്റ്, ഇവിടെ ബോണ്ട് ബ്രേക്കിംഗ് ആൻഡ് മേക്കിംഗ് എങ്ങനെയാണ് നടക്കുന്നത്? സൈമൾട്ടേനിയസ് ആയിട്ടാണ് നടക്കുന്നത്. എന്നാൽ ഇവിടെ എങ്ങനെയാ ബോണ്ട് ബ്രേക്കിംഗ് നടക്കുന്നത്? ഇൻ ഫസ്റ്റ് സ്റ്റെപ്പ് ആൻഡ് മേക്കിംഗ് നടക്കുന്നത് ഇൻ സെക്കൻഡ് സ്റ്റെപ്പ്. മറക്കണ്ട. ഇനി മക്കളെ, മൂന്നാമത്തത്, ഇവിടെ എന്താ പറയാ, ഇവിടെ മോളിക്കുലാരിറ്റി നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓർഡർ നോക്കിക്കഴിഞ്ഞാൽ 1 ആണ്. ഇവിടെ മോളിക്കുലാരിറ്റിയും ഓർഡറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മോളിക്കുലാരിറ്റി അതേപോലെ ഓർഡറൊക്കെ എന്താണ്? 2 ആണ്. ഇവിടെ മക്കളെ ഇന്റർമീഡിയറ്റ് പ്രസന്റ് ആണ്. ഇവിടെ പ്രസന്റ് ആണ്. എന്നാൽ ഇവിടെ നോ ഇന്റർമീഡിയറ്റ് അല്ലടാ. അങ്ങനെ നമ്മളൊരു 5 പോയിന്റുകൾ പഠിച്ചിട്ടുണ്ട്. ഒരു 4 പോയിന്റുകൾ എപ്പോഴും നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവണം. കാര്യം SN1ഉം SN2ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് അത് ക്രിസ്മസ് എക്സാം ആവട്ടെ, മോഡൽ എക്സാമിനേഷൻ ആവട്ടെ, പബ്ലിക് എക്സാമിനേഷൻ ആവട്ടെ, എല്ലാ സ്ഥലത്തും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എഴുതാൻ കഴിയേണ്ട ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ അല്ലേടാ?
ഇത് ഒന്ന് എഴുതിയെടുക്കണം കേട്ടോ, ഒരു പേപ്പറിൽ എഴുതിയെടുക്കണം, എന്നിട്ട് പഠിക്കണം. ഇന്ന് കൃത്യം 3 മണിക്ക് നമ്മുടെ ലൈവ് വരുന്നുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അവിടെ പറയും. പക്ഷെ അതിനൊന്നും കാത്തിരിക്കേണ്ട നിങ്ങൾ, അതിൻ്റെ മുന്നേ തന്നെ ഇതൊന്നൊരു പേപ്പറിൽ എഴുതി വെക്കുക, ഇപ്പൊ തന്നെ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അടുത്തത് നോക്കടാ, ഐഡന്റിഫൈ ദ മേജർ ആൻഡ് മൈനർ പ്രോഡക്റ്റ് ഒബ്റ്റൈൻഡ് ബൈ ദ റിയാക്ഷൻ ബിറ്റ്വീൻ 2-bromobutane. മക്കളെ 2-bromobutane എന്ന് പറഞ്ഞാൽ ആരാ? CHBr CH2CH3. ഇതാരാ? ഇത് 2-bromobutane ആണ്. ആരാടാ? 2-bromobutane. ഈ 2-bromobutane ആരുമായിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്? ആൽക്കഹോളിക് KOHുമായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. മക്കളെ, ഒരു ആൽക്കൈൽ ഹാലൈഡിനെ ആൽക്കഹോളിക് KOHുമായി ട്രീറ്റ് ചെയ്താൽ അവിടെ നടക്കുന്ന പ്രോസസ്സിന്റെ പേര് ഡീഹൈഡ്രോ ഹാലോജനേഷൻ എന്നാണ്, അല്ലെങ്കിൽ അതിനെ നമ്മൾ ബീറ്റ എലിമിനേഷൻ എന്നാണ് നമ്മൾ പറയുക. മക്കളെ, ബീറ്റ എലിമിനേഷൻ എന്ന് പറയുമ്പോഴേ ഈ ഫംഗ്ഷൻ ലൂപ്പ് ഡയറക്റ്റ് ആയിട്ട് അറ്റാച്ച് ചെയ്തത് ഈ കാർബണിലേക്കാ. ആൽഫയുടെ തൊട്ടടുത്തുള്ള കാർബൺ ബീറ്റ, ഇത് ബീറ്റയാണ്, ഇത് ബീറ്റയാ. മക്കളെ, 2 ബീറ്റ വന്നാൽ ഏത് റൂളാ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്? 2 ബീറ്റ വന്നാൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട റൂളിന്റെ പേര് സെയ്റ്റ്സഫ് റൂൾ എന്നാണ്. സെയ്റ്റ്സഫ് റൂൾ എന്നാണ് മക്കളെ നിങ്ങൾ പഠിക്കേണ്ടതാണ്. സെയ്റ്റ്സഫ് റൂള്, സെയ്റ്റ്സഫ് റൂള് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് സിമ്പിളായിട്ട് സെയ്റ്റ്സഫ് റൂൾ നോക്കാൻ ഇങ്ങനെ ചെയ്താൽ മതി. ഏത് ബീറ്റയിലാണ് കുറവ് നമ്പർ ഓഫ് ഹൈഡ്രജൻ ഉള്ളത് നോക്കുക. ഇവിടെ 3, ഇവിടെ 2. അവിടെ നിന്നായിരിക്കും ഹൈഡ്രജൻ എലിമിനേറ്റ് ചെയ്യുക, ആൽഫയിൽ നിന്നായിരിക്കും ഹാലോജൻ എലിമിനേറ്റ് ചെയ്യുക. അപ്പോൾ ഈ 2 കാർബണിന്റെ ഇടയിൽ ഡബിൾ ബോണ്ട് നമുക്ക് വരും. സോ ദ പ്രോഡക്റ്റ് CH3 CH ഡബിൾ ബോണ്ട്, CH സിംഗിൾ ബോണ്ട് CH3. സോ ബ്യൂട്ട് 2ene വിൽ ബി ദ മേജർ പ്രോഡക്റ്റ്. ഇനി മക്കളെ വേണമെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് പ്രൊഡക്റ്റ് എഴുതി നോക്ക്. ഇവിടെ നിന്നാണ് എച്ച് പോകുന്നതെങ്കിൽ ഈ കാർബണിൻ്റെയും ഈ കാർബണിൻ്റെ ഇടയില ഡബിൾ ബോണ്ട് വരിക. സോ എന്താ പ്രൊഡക്റ്റ് വരിക? CH2 ഡബിൾ ബോണ്ട്, CH സിംഗിൾ ബോണ്ട്, CH2 CH3. ഇയാളെ പേര് ബ്യൂട്ടീൻ എന്നാണ്, അഥവാ ബ്യൂട്ട് 1ene എന്നാണ്. മക്കളെ, നിങ്ങൾ എങ്ങനെയാ മേജർ നോക്കാന്നറിയോ? സെയ്റ്റ്സഫ് റൂൾ പ്രകാരം എങ്ങനെയാ മേജർ നോക്കാന്നറിയോ? ഡബിൾ ബോണ്ടഡ് കാർബണിന്റെ കൂടെയുള്ള ആൽക്കൈൽ ലൂപ്പ് നോക്ക്. ഇവിടെ ഒരു ആൽക്കൈൽ, ഇവിടെ ഒരു ആൽക്കൈൽ, ടോട്ടൽ 2 ആൽക്കൈൽ ലൂപ്പ് ഉണ്ട്. 2 ആൽക്കൈൽ ലൂപ്പ് ഡബിൾ ബോണ്ടഡ് കാർബൺ ആറ്റത്തിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഈ ഡബിൾ ബോണ്ടഡ് കാർബണിന്റെ കൂടെ ആരുമില്ല. ഈ ഡബിൾ ബോണ്ടഡ് കാർബണിന്റെ കൂടെ ഒരു ആൽക്കൈൽ ലൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. എന്താ സെയ്റ്റ്സഫ് റൂൾ പറയണതെന്ന് അറിയോ? ഡബിൾ ബോണ്ടഡ് കാർബണിന്റെ കൂടെ എവിടെയാണോ കൂടുതൽ ആൽക്കൈൽ ലൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് അതായിരിക്കും എലിമിനേഷൻ റിയാക്ഷനിൽ മേജർ പ്രോഡക്റ്റ്. മക്കളെ, ഇവിടെ നടക്കുന്നത് എലിമിനേഷൻ റിയാക്ഷനാ, ബീറ്റ എലിമിനേഷനാ, ഡീഹൈഡ്രോ ഹാലോജനേഷനാ. ഇതിന്റെ മേജർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഏത് ആൽക്കീനിലാണോ ഡബിൾ ബോണ്ടഡ് കാർബൺ ആറ്റത്തിലേക്ക് കൂടുതൽ ആൽക്കൈൽ ലൂപ്പ് അറ്റാച്ച് ചെയ്തത് അതായിരിക്കും മേജർ പ്രോഡക്റ്റ്. അതിനെയാണ് നമ്മൾ സെയ്റ്റ്സഫ് റൂൾ എന്ന് പറയാ. പഠിക്കേണ്ടതാണ്, ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്, അത് നിങ്ങൾ എക്സാമിന് എക്സ്പെക്ട് ചെയ്യേണ്ടതാണ്. സെയ്റ്റ്സഫ് റൂൾ എന്ന് പറയുന്നത്. റെഡി? യെസ്. അടുത്തത് പോളിഹാലജൻ കോമ്പൗണ്ടേഴ്സ്. ക്ലോറോഫോം ഉണ്ടല്ലോടാ, ക്ലോറോഫോം CHCl3 ആണ്, അത് പോളിഹാലജൻ ആണ്. ക്ലോറോബെൻസീനിൽ 1 ക്ലോറിനാ ഉള്ളത്, ക്ലോറോയിത്തൈനിൽ 1 ക്ലോറിനാ ഉള്ളത്, അയോഡോബെൻസീനിൽ 1 അയോഡിനാ ഉള്ളത്. മക്കളെ, 2ൽ കൂടുതൽ ഹാലജൻ വരുമ്പോഴാണത് പോളിഹാലജൻ എന്ന് പൊതുവെ അറിയപ്പെടുന്നത്. സോ ഇവിടെ ക്ലോറോഫോം ആണ് പോളിഹാലജന്റെ എക്സാമ്പിൾ. അടുത്തത് നോക്കടാ, ക്ലോറോഫോം സ്റ്റോർഡ് ഇൻ ഡാർക്ക് ബോട്ടിൽസ്. മക്കളെ, വെരി ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ആ ക്വസ്റ്റ്യൻ? ക്ലോറോഫോമിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയോടാ? നോക്ക്, 2 CHCl3. ഇയാളെ വിളിക്കുന്ന പേരാണ് ക്ലോറോഫോം. മക്കളെ, ഈ ക്ലോറോഫോം നമ്മൾ ഓപ്പൺ ആയി വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്നറിയോ? അത് ലൈറ്റിന്റെ പ്രസൻസിൽ സ്ലോലി ഓക്സിഡൈസ് ചെയ്യും. മക്കളെ, അത് ലൈറ്റിന്റെ പ്രസൻസിൽ സ്ലോലി എന്ത് ചെയ്യും? ഓക്സിഡൈസ് ചെയ്യും. ലൈറ്റിന്റെ പ്രസൻസിൽ സ്ലോലി ഓക്സിഡൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്താ ഉണ്ടാവുക എന്നറിയോ നിങ്ങൾക്ക്? ഹൈലി പോയ്സണസ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യും. ആ കോമ്പൗണ്ടിനെയാണ് ഫോസ്ജീൻ എന്ന് പറയുക, അല്ലെങ്കിൽ കാർബോണൈൽ കോമ്പൗണ്ട് എന്ന് പറയുക.
എന്താ ഞാൻ പറഞ്ഞേ, നമ്മുടെ ക്ലോറോഫോം ലൈറ്റിന്റെ പ്രസൻസിൽ സ്ലോലി ഓക്സിഡൈസ് ചെയ്തിട്ട് ഫോസ്ജീൻ എന്ന് പറയുന്ന ഹൈലി പോയിസണസ് കോമ്പൗണ്ട് ഫോം ചെയ്യും. അതുകൊണ്ടാണ് അതിനെ നമ്മൾ ഡാർക്ക് ബോട്ടിൽ കീപ്പ് ചെയ്യുന്നത്, അപ് ടു ദി നെക്ക് വരെ ഫിൽ ചെയ്ത് സ്റ്റോർ ചെയ്യുന്നത്. മറന്നു കളയരുത്, ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഫോസ്ജീന്റെ ഫോർമുല നോട്ട് ചെയ്യണം, COCl2 ആണ്, കാർബോണൈൽ ക്ലോറൈഡ് ആണ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. നോക്ക് നിങ്ങൾ, ദ റിയാക്ഷൻ വിച്ച് കൺവേർട്ട് ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡ് ടു ക്ലോറോബെൻസീൻ യൂസിങ് കോപ്പർ ക്ലോറൈഡ് ആൻഡ് HCl. മക്കളെ, കോപ്പർ ക്ലോറൈഡ് ആണെങ്കിൽ അത് സാൻമേയസ് റിയാക്ഷൻ ആണ് എന്ന് നിങ്ങൾക്കറിയാം. രണ്ട് രൂപത്തിലല്ലേടാ നമ്മൾ പഠിച്ചത്. എന്താ നമ്മൾ പഠിച്ചത്? ഇതാണല്ലോ നമ്മുടെ ബെൻസീൻ ഡൈസോണിയം സാൾട്ട്. ആ ബെൻസീൻ ഡൈസോണിയം സാൾട്ടിനെ കോപ്പർ ക്ലോറൈഡുമായിട്ട് HCl-ുമായി ട്രീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ കോപ്പർ പൗഡറും HCl-ുമായി ട്രീറ്റ് ചെയ്യാം. രണ്ട് സ്ഥലത്തും കിട്ടുന്ന പ്രോഡക്റ്റ് സെയിം ആണ്, ദാറ്റ് ഈസ് ക്ലോറോബെൻസീൻ. രണ്ട് സ്ഥലത്തും കിട്ടുന്ന പ്രോഡക്റ്റ് സെയിം ആണ്, ക്ലോറോബെൻസീൻ. പക്ഷേ നിങ്ങൾ കോപ്പർ ഹാലൈഡ് ആണ് എടുക്കുന്നതെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് സാൻമേയേഴ്സ് റിയാക്ഷൻ. അതിനെയാണ് നമ്മൾ സാൻമേയേഴ്സ് റിയാക്ഷൻ എന്ന് പറയുക. കോപ്പർ പൗഡർ ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ഗെറ്റർമാൻ റിയാക്ഷൻ. റിയാക്ഷൻ. മക്കളെ, രണ്ടും ഇമ്പോർട്ടൻ്റാ. സാൻമേയസ് റിയാക്ഷൻ നമ്മൾ പഠിച്ചിരിക്കണം, ഗെറ്റർമാൻ റിയാക്ഷൻ പഠിച്ചിരിക്കണം. കോപ്പർ ഹാലൈഡ് ആണെങ്കിൽ സാൻമേയസ്, കോപ്പർ പൗഡർ ഉപയോഗിക്കുകയാണെങ്കിൽ ഗെറ്റർമാൻ. രണ്ടും മറന്നു പോകരുത്, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് ദ കെമിക്കൽ ഫോർമുല ഓഫ് ഫോസ്ജീൻ COCl2 ആണ്, കാർബോണൈൽ ക്ലോറൈഡ് ആണ് എന്ന് മക്കളോട് ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നു കഴിഞ്ഞു, മറന്നു കളയണ്ട. അടുത്തത് ഹാലോ അറീൻസ് ആർ ലെസ് റിയാക്റ്റീവ് ഇൻ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. മക്കളെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഹാലോ അറീൻസിൽ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ലെസ് റിയാക്റ്റീവ് ആണ്? എന്തുകൊണ്ടാണെന്ന് അറിയോ മക്കളെ? അവിടെ ചില റീസൺ ഉണ്ട്. അതിലൊന്നാമത്തെ റീസൺ, ഹാലോ അറീനിൽ റെസൊണൻസ് നടക്കുന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ഫോം ചെയ്യുന്നുണ്ടെന്ന് അറിയോ? കാർബൺ ഹാലജൻ ബോണ്ടിൽ പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ ഉണ്ടാവുന്നുണ്ട്. കാർബൺ ഹാലജൻ ബോണ്ടിന് എന്ത് ക്യാരക്ടർ കിട്ടുന്നുണ്ട്? പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് ബ്രേക്ക് ചെയ്യൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ അവിടെ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ലെസ് റിയാക്റ്റീവ് ആണ് എന്നതാണ് ഒരു റീസൺ. രണ്ടാമത്തെ റീസൺ, ഹാലോ അറീനിൽ sp2 ഹൈബ്രിഡൈസേഷൻ ആണ്. മക്കളെ, sp2 ഹൈബ്രിഡൈസേഷൻ ആയതുകൊണ്ട്, ഹാലോ അറീനിൽ sp2 ഹൈബ്രിഡൈസേഷൻ ആയതുകൊണ്ട് അവിടെ പെർസെൻറ്റേജ് പി ക്യാരക്ടർ കുറവാണെങ്കിൽ ബോണ്ട് ലെങ്ത് കുറവാണ്. മക്കളെ, ബോണ്ട് ലെങ്ത് കുറവാണെങ്കിൽ ബോണ്ട് സ്ട്രെങ്ത് കൂടുതലാണ്. ബോണ്ട് സ്ട്രെങ്ത് എന്താണ്? കൂടുതലാണ്. മക്കളെ, ബോണ്ടിന്റെ സ്ട്രെങ്ത് കൂടിക്കഴിഞ്ഞാൽ അത് ബ്രേക്ക് ചെയ്യാൻ പറ്റുമോ? അത് പൊട്ടിക്കാൻ പറ്റുമോ? അത് പൊട്ടിച്ചിട്ടില്ലെങ്കിൽ അടുത്താക്ക് വരാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഹാലോ അറീനിൽ ലെസ് റിയാക്റ്റീവ് ആണ് എന്ന കാര്യം നിങ്ങൾ മറക്കണ്ട. മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ, 2 മാർക്കാണ്, 2 റീസൺ മതി. മൂന്നാമത്തെ ഒരു റീസൺ ഉണ്ട്. എന്താണെന്നറിയോ? ഇവിടെ ഒരു റിപ്പൾഷൻ ഉണ്ടാവുന്നുണ്ട്. ആർക്കിടയില? റിപ്പൾഷൻ ബിറ്റ്വീൻ ഫിനൈൽ ഗ്രൂപ്പ് and nucleophile. റിപ്പൾഷൻ ബിറ്റ്വീൻ ഫിനൈൽ ഗ്രൂപ്പ് ആൻഡ് ന്യൂക്ലിയോഫൈൽ. മക്കളെ, നാലാമത്തെ പോയിന്റ് മനസ്സിലാക്കൽ നിർബന്ധമാണ്. അതെന്താണെന്നറിയോ? ഈ ഹാലോ അറീൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ലേ? ഈ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ടല്ലേ അടുത്ത ആൾ വരേണ്ടത്. ആ ബോണ്ട് ബ്രേക്ക് ചെയ്യൽ ബുദ്ധിമുട്ടാണ്. കാരണം എന്താണ്? അവിടെ കാർബൺ ഹാലജൻ ബോണ്ടിന് ഡബിൾ ബോണ്ട് ക്യാരക്ടർ ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ ബോണ്ട് ലെങ്ത് വളരെ കുറവാണ്. അതുകൊണ്ട് ബോണ്ടിന്റെ സ്ട്രെങ്ത് കൂടുതലാണ്. ബോണ്ടിന്റെ സ്ട്രെങ്ത് കൂടിയാലും അത് ബ്രേക്ക് ചെയ്യൽ ബുദ്ധിമുട്ടാണ്. പിന്നെ മാത്രവുമല്ല, ഈ ഫിനൈൽ ലൂപ്പ് എന്ന് പറഞ്ഞാൽ ബെൻസീൻ റിംഗ്, ആ ഫിനൈൽ ലൂപ്പും വരുന്ന ന്യൂക്ലിയോഫൈലിന്റെയും ഇടയിൽ റിപ്പൾഷൻ അനുഭവപ്പെടുന്നുണ്ട്. ഇതൊക്കെ ഓവർകം ചെയ്ത് നമ്മൾ ഇത് ബ്രേക്ക് ചെയ്താൽ എന്താ കിട്ടുക എന്നറിയോ? ഫിനൈൽ കാർബോകാറ്റയോണാ കിട്ടുക. ആ ഫിനൈൽ കാർബോകാറ്റയോണിന്റെ പ്രത്യേകത എന്താ? ഫിനൈൽ കാർബോകാറ്റയോൺ ഹൈലി അൺസ്റ്റേബിൾ ആണ്. ഫിനൈൽ കാർബോകാറ്റയോൺ എന്താടാ? ഹൈലി അൺസ്റ്റേബിൾ. നല്ല
സ്റ്റേബിളായി നിൽക്കുന്ന ഒരു ഫോർമാറ്റിൽ നിന്ന് ഹൈലി അൺസ്റ്റേബിൾ ആയ ഫോർമാറ്റിലേക്ക് പോവാൻ ആരെങ്കിലും താല്പര്യപ്പെടുവോടാ? ആരും താല്പര്യപ്പെടില്ല. ഈ റീസൺ ഒക്കെ ഉള്ളത് കൊണ്ടാണ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഹാലോ അറീൻസിൽ ലെസ് റിയാക്റ്റീവ് ആവുന്നത് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. റെസൊണൻസ് ഉള്ളതുകൊണ്ട് പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ കിട്ടുന്നുണ്ട്. sp2 ഹൈബ്രിഡൈസേഷൻ ആയതുകൊണ്ട് ബോണ്ട് സ്ട്രെങ്ത് വളരെ കൂടുതലാണ്. റിപ്പൾഷൻ ബിറ്റ്വീൻ ഫിനൈൽ ഗ്രൂപ്പ് ആൻഡ് ന്യൂക്ലിയോഫൈൽ ആൻഡ് ഫിനൈൽ കാർബോകാറ്റയോൺസ് ഹൈലി അൺസ്റ്റേബിൾ. മക്കളെ പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്, പഠിച്ചു വെക്കുക. അടുത്തത് വൂഡ്സ്വിറ്റിക് റിയാക്ഷൻ. എന്താണ് വൂഡ്സ്വിറ്റിക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ? ഒരു ഹാലോ അറീന്, ഒരു ഹാലോ ആൽക്കെയിന്, അതേപോലെ തന്നെ 2 സോഡിയം. എങ്ങനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്? ഡ്രൈ ഈത്തർ മീഡിയത്തിൽ ട്രീറ്റ് ചെയ്യണം. എന്താ മക്കളെ സംഭവിക്കുക? ഈ 2 സോഡിയം ഈ ഹാലജനുമായി കമ്പൈൻ ചെയ്ത് 2 സോഡിയം ക്ലോറൈഡ് ഉണ്ടാവും. പിന്നെയോ ഈ ബെൻസീനും ഈ മീത്തൈൽ ഗ്രൂപ്പും ജോയിൻ ചെയ്യപ്പെടും. അങ്ങനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആൽക്കൈൽ ഗ്രൂപ്പ് ബെൻസീൻ്റെ മുകളിൽ വരും. സോ ആൽക്കൈൽ ബെൻസീൻ ഉണ്ടാവും. ഇവിടെ ഉണ്ടായ ആൽക്കൈൽ ബെൻസീന് ടൊളുവിനാണ്. ഇതാണ് വൂഡ്സ്വിറ്റിക് റിയാക്ഷൻ. ഹാലോ ആൽക്കേനും ഹാലോ അറീനും സോഡിയം മെറ്റലുമായി ഡ്രൈ ഈത്തർ മീഡിയത്തിൽ ട്രീറ്റ് ചെയ്യുമ്പോൾ ആൽക്കൈൽ ബെൻസീൻ ഉണ്ടാവുന്ന റിയാക്ഷന്റെ പേരാണ് വൂഡ്സ്വിറ്റിക് റിയാക്ഷൻ. എന്താടാ പറയാ? വൂഡ്സ്വിറ്റിക് റിയാക്ഷൻ. മറക്കരുത് വൂഡ്സ്വിറ്റിക് റിയാക്ഷൻ. അടുത്തത് ഗിവ് 2 ഡിഫറൻസ് ബിറ്റ്വീൻ SN1 ആൻഡ് SN2. ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. SN1ഉം SN2ഉം തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞു കഴിഞ്ഞു. ഇനി മക്കളെ നോക്ക്. അറേഞ്ച് 1 chloropropaine, 2 chloropropaine, 1 chlorobutane in the increasing order of boiling point. ബോയിലിംഗ് പോയിന്റിന്റെ കാര്യത്തിൽ എപ്പോഴും മനസ്സിലുണ്ടാവേണ്ടത് കാർബൺ ആറ്റത്തിന്റെ എണ്ണം കൂടുമ്പോൾ ബോയിലിംഗ് പോയിന്റ് കൂടും, ബ്രാഞ്ചിങ് കൂടുമ്പോൾ ബോയിലിംഗ് പോയിന്റ് കുറയും. ഇവിടെ 1 chloropropaine 3 കാർബൺ ആണ്. ഇവിടെ 2 chloropropaine 3 കാർബണും 2 ബ്രാഞ്ചുമാണ്. 1 chlorobutane. ഒരു സംശയവും ഇല്ല, ABC എന്ന് കൊടുത്താൽ ബ്യൂട്ടൈൻ ആണ് ഏറ്റവും കൂടുതൽ ബോയിലിംഗ് പോയിന്റ് ഉണ്ടാവുക. ബ്യൂട്ടൈൻ ആണ് ഏറ്റവും കൂടുതൽ ബോയിലിംഗ് പോയിന്റ്. ഇനി 1 ക്ലോറോയിൽ ബ്രാഞ്ച് ഇല്ല, 2 ക്ലോറോയിൽ ബ്രാഞ്ച് ഉണ്ട്. അപ്പോൾ ബ്രാഞ്ച് ഇല്ലാത്തതിനാണ് ബോയിലിംഗ് പോയിന്റ് കൂടുതൽ. പിന്നെ ആ ബ്രാഞ്ച് ഉള്ളതിന് ബോയിലിംഗ് പോയിന്റ് വരിക. അല്ലടാ, മറക്കരുത്. ഗിവ് 1 യൂസ് ഓഫ് ക്ലോറോഫോം. മക്കളെ ക്ലോറോഫോമിന്റെ ഒരു യൂസ് ചോദിച്ചാൽ ക്ലോറോഫോം നല്ലൊരു സോൾവെന്റ് ആണ് എന്ന് പറയാം. ക്ലോറോഫോം ഫ്രിയോൺസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കാറുണ്ട്. ക്ലോറോഫോം അനസ്തെറ്റിക് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. ഏതെങ്കിലും ഒരു യൂസ് മക്കൾക്ക് പറഞ്ഞു കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇനി എമംഗ് ദ ഹാലോജൻ ഡെറിവേറ്റീവ്സ് ഓഫ് ഈതെയിൻ ദ വൺ വിച്ച് ഹാസ് ദ ഹയസ്റ്റ് ബോയിലിംഗ് പോയിന്റ്. മക്കളെ ഇവിടെ കാർബണിന്റെ എണ്ണം എല്ലാത്തിലും 2 ആണ്. ഹാലജന്റെ എണ്ണം 2 ആണ്. ഹാലജന്റെ എണ്ണം 1 ആണ്. പിന്നെ എന്താ ഡിഫറൻസ്? ഹാലജന്റെ സൈസാ ഡിഫറൻസ്. മക്കൾ നോട്ട് ചെയ്തോ. സൈസ് ഓഫ് ഹാലജൻ കൂടുമ്പോൾ ബോയിലിംഗ് പോയിന്റ് കൂടും. ബോയിലിംഗ് പോയിന്റ് കൂടും. ഇവിടെ ഏറ്റവും കൂടുതൽ സൈസ് ഉള്ളത് അയോഡിൻ ആണ്. സോ അയാൾക്കാണ് ഏറ്റവും കൂടുതൽ ബോയിലിംഗ് പോയിന്റ് ഉണ്ടാവുക. Very simple question. Name a polyhalogen compound used as insecticide. ഇൻസെക്ടിസൈഡ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരൊറ്റ പോളിഹാലജനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളൂ. അത് DDT യെ കുറിച്ചാണ്. മക്കൾ മറക്കണ്ട. വൈ ക്ലോറോഫോമസ് പറഞ്ഞു കഴിഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. അറൈൽ ഹാലൈഡ്സ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിൽ ലെസ് റിയാക്റ്റീവ് ആണ്. അതിൻ്റെ റീസൺ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. റൈറ്റ് ദ റിയാക്ഷൻ ഓഫ് ഈത്തൈൽ ബ്രോമൈഡ് വിത്ത് ദ ഫോളോയിങ് റിയേജൻസ്. മക്കളെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയേണ്ട കാര്യമില്ല. നോക്കൂ, ബ്രോമോ ഈത്തൈൻ എന്ന് പറഞ്ഞാൽ CH3CH2Br ആണ്. ഇതിനെ ആരുമായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്? അക്വസ് KOH അതേപോലെ തന്നെ KCN അതേപോലെ തന്നെ AgCN. മക്കളെ അക്വസ് KOH ആണെങ്കിൽ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ Br മൈനസ് മാറിയിട്ട് OH- വരും. സോ നമ്മുടെ പ്രോഡക്റ്റ് എത്തനോൾ ആയിരിക്കും. ഇവിടെ KCN ട്രീറ്റ് ചെയ്യുമ്പോൾ ഇത് അയോണിക് കോമ്പൗണ്ടാ. Br മൈനസ് പോയിട്ട് CN- വരും. സോ CH3CH2CN. മക്കളെ നോക്ക്, CN വന്നാൽ അതിനെ സയനൈഡ് എന്നാ വിളിക്കുക. ഈത്തൈൽ സയനൈഡ് ആണത്. നോക്കൂ,
ഇവിടെയുള്ള അതേപോലെയാണ് ഈ കോമ്പൗണ്ട് ഉള്ളത്. കാണുമ്പോൾ ഒരേപോലെയാ, പക്ഷെ ഒരേപോലെയല്ല. ഇതൊരു കൊവാലന്റ് കോമ്പൗണ്ടാ. അപ്പൊ CN ആണ് അങ്ങോട്ട് പോവുക, പക്ഷെ കാർബൺ അല്ല ഈ കാർബണുമായിട്ട് ബോണ്ട് ചെയ്യുക, നൈട്രജൻ ആണ്. സോ നമ്മുടെ പ്രൊഡക്റ്റ് CH3CH2 CN എന്നല്ല എഴുതുക, NC എന്നാണ് എഴുതുക. NC ആണെങ്കിൽ ഐസോസയനൈഡ് എന്നാ നമ്മൾ പറയാ. NC ആണെങ്കിൽ ഐസോസയനൈഡ് എന്നാ പറയാ. NC ആണെങ്കിൽ ഐസോസയനൈഡ് എന്നാ പറയാ. ഇത് മക്കളെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു പോകണം. KCN ആഡ് ചെയ്യുമ്പോൾ സയനൈഡ്, AgCN ആഡ് ചെയ്യുമ്പോൾ ഐസോസയനൈഡ്. ഹാലോ ആൽക്കെയിൻ്റെ പ്രിപ്പറേഷൻ നമ്മളോട് ചോദിച്ചാൽ ഇത് മൂന്നും ഒരു ഹാലോ ആൽക്കെയിൻ്റെ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ്റെ എക്സാമ്പിൾ ചോദിച്ചാൽ ഇത് മൂന്നും ഹാലോ ആൽക്കെയിനിൽ നടക്കുന്ന ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ്റെ എക്സാമ്പിൾ ആണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. അടുത്തത് ബീറ്റ എലിമിനേഷൻ്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. സൈറ്റ്സ് ഓഫ് റൂൾ ആണ് അവിടെ അപ്ലൈ ചെയ്യേണ്ടത്. ഇവിടെ നോക്കടാ, ഈത്തൈൽ ബ്രോമൈഡിലേക്ക് AgCN ആഡ് ചെയ്താൽ ഐസോസൈനൈഡ് ആണ് ഉണ്ടാവുക എന്ന് നിങ്ങൾക്കറിയാം, പറയേണ്ട കാര്യമില്ല. മക്കളെ, ഈത്തൈൽ ബ്രോമൈഡിനെ സോഡിയവുമായി ഡ്രൈ ഈത്തർ മീഡിയത്തിൽ ട്രീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് വൂഡ്സ് റിയാക്ഷൻ ആണ്. അപ്പൊ രണ്ട് ആൽക്കൈൽ ഹാലൈഡ് എടുക്കണം. 2 ആൽക്കൈൽ ഹാലൈഡിനെ 2 സോഡിയം മെറ്റലുമായി ഡ്രൈ ഈത്തർ മീഡിയത്തിൽ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 ബ്രോമിൻ 2 സോഡിയവുമായി കമ്പൈൻ ചെയ്ത് 2 NaBr ഉണ്ടാവും. 2 ആൽക്കൈൽ ഗ്രൂപ്പുകൾ ജോയിൻ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കിട്ടുന്നത് ബ്യൂട്ടൈൻ ആണ് മക്കളെ, ബ്യൂട്ടൈൻ ആണ്. ഈ നടന്ന റിയാക്ഷന്റെ പേര് വൂഡ്സ് റിയാക്ഷൻ എന്നാണ്, മറന്നു കളയണ്ട. ഈ ഹാലോ ആൽക്കെയിന് മാറ്റി ഹാലോ അറീൻ എടുത്താൽ അത് ഫിറ്റിക് റിയാക്ഷൻ ആണ്. ഒരു ഹാലോ ആൽക്കെയിനും ഒരു ഹാലോ അറീനും എടുത്താൽ അത് വൂഡ്സ് ഫിറ്റിക് റിയാക്ഷൻ ആണ്. എല്ലാത്തിലും ഒരേ പ്രോസസ്സാണ് നടക്കുന്നത് എന്ന് നമുക്കറിയാം. അടുത്തത്, എമംഗ് ദ ഫോളോയിങ് വിച്ച് വൺ ഈസ് ക്ലോറിൻ കണ്ടെയ്നിങ് ഇൻസെക്ടിസൈഡ്. നേരത്തെ പറഞ്ഞു DDT ആണ് നമുക്ക് പഠിക്കാനുള്ള ഇൻസെക്ടിസൈഡ്. എടാ, വൂഡ്സ് ഫിറ്റിക് റിയാക്ഷൻ ഓൾറെഡി പറഞ്ഞതാണ്. ഇവിടെ നടക്കുന്നത് എന്താ? ഇത് അനിലിനാണ്. അനിലിനെ സോഡിയം നൈട്രേറ്റും HXുമായിട്ട് ലോ ടെമ്പറേച്ചറിൽ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബെൻസീൻ ഡൈസോണിയം സാൾട്ട് കിട്ടും. അതിനെയാ നമ്മൾ ഡൈസോട്ടൈസേഷൻ റിയാക്ഷൻ എന്ന് പറയുക. അതിനെ നമ്മൾ കോപ്പർ ഹാലൈഡുമായി ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ഹാലോ അറീന് കിട്ടും. അതിനെയാ നമ്മൾ സാൻമേസ് റിയാക്ഷൻ എന്ന് പറയുക എന്ന കാര്യവും മക്കൾക്ക് അറിയുന്നതാണ്. എയും ബിയും നമ്മൾ എഴുതി. ഇത് A ആണ്, ഇത് B ആണ്. അടുത്തത് മക്കളെ നോക്കൂ, ഇതൊരു ഹാലോ ആൽക്കെയിൻ ആണ്. ഇതിൽ SN1 ആണോ SN2 ആണോ നടക്കുക? മക്കളെ, നിങ്ങൾക്കറിയാം ഇതൊരു ടെർഷ്യറി ഹാലോ ആൽക്കെയിൻ ആണ്, ഇതൊരു പ്രൈമറി ഹാലോ ആൽക്കെയിൻ ആണ്. ടെർഷ്യറിയുടെ ഓർഡർ എന്ന് പറയുന്നത് ടെർഷ്യറി വന്നു കഴിഞ്ഞാൽ അവിടെ SN1 ആണ് നടക്കുക, പ്രൈമറി വന്നു കഴിഞ്ഞാൽ SN2 ആണ് നടക്കുക. കാരണം എന്താ? SN1ൻ്റെ ഓർഡർ ടെർഷ്യറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ പ്രൈമറി ആണ്. SN2ൻ്റെ ഓർഡർ പ്രൈമറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ ടെർഷ്യറി ആണ്. സോ പ്രൈമറി വന്നാൽ SN2, ടെർഷ്യറി വന്നാൽ SN1, നോ ഡൗട്ട്. അടുത്തത്, ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ആൽക്കൈൽ ഹാലൈഡ്. മക്കളെ, ആൽക്കഹോളിൽ നിന്ന് ഹാലോ ആൽക്കൈന് പ്രിപ്പയർ ചെയ്യുമ്പോൾ തയോണൈൽ ക്ലോറൈഡ് ഉപയോഗിച്ച് പ്രിപ്പയർ ചെയ്യുന്നതാ ബെസ്റ്റ്. അതാണ് ബെസ്റ്റ് മെത്തേഡ്. അതിന്റെ റീസൺ എന്താ? എക്സാമിന് എപ്പോഴും ചോദിക്കാറുണ്ട്. നോക്കടാ, ഒരു എക്സാമ്പിൾ CH3CH2OH. ഇതിലേക്ക് നമ്മൾ തയോണൈൽ ക്ലോറൈഡ് SOCl2 ഉപയോഗിച്ചു, ആഡ് ചെയ്തു. എന്താ സംഭവിക്കുക? ഇവിടെ ബോണ്ട് ബ്രേക്ക് ചെയ്യും, ഒരു ക്ലോറിൻ ഇങ്ങോട്ട് വരും. സോ വി വിൽ ഗെറ്റ് എ ഹാലോ ആൽക്കെയിൻ. അതല്ല അതിന്റെ റീസൺ എന്ന് പറയുന്നത്. കാരണം എന്താ അറിയോ? ബൈ പ്രൊഡക്റ്റുകൾ ആരാന്നറിയോ? ബൈ പ്രൊഡക്റ്റ് HCl ഗ്യാസ് ആണ്, അതേപോലെ തന്നെ SO2 ഗ്യാസ് ആണ്. ഇവർ അറ്റ്മോസ്ഫിയറിലേക്ക് എസ്കേപ്പ് ചെയ്യും. അപ്പൊ നമുക്ക് പ്യുവർ ആയിട്ടുള്ള ഹാലോ ആൽക്കെയിന് കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇതാണ് ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ബൈ പ്രൊഡക്റ്റ് അറ്റ്മോസ്ഫിയറിലേക്ക് എസ്കേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്യുവർ ആയിട്ടുള്ള ഹാലോ ആൽക്കെയിൻ കിട്ടുകടാ. അതുകൊണ്ടാണ് ഇത് ബെസ്റ്റ് മെത്തേഡാന്ന് നമ്മൾ പറയുന്നത്. ഇനി ഇത് ഹാലോ അറീന് സോഡിയം മെറ്റൽ, അതായത് ഫിറ്റിക് റിയാക്ഷനാ. ഇത് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ബൈഫിനൈലാണ് ഉണ്ടാവുക. ഇത് ഹാലോ അറീൻ ആണ്, ഇത് ഹാലോ ആൽക്കെയിൻ ആണ്, സോഡിയം മെറ്റൽ ആണ്. ദാറ്റ് മീൻസ് വുഡ്സ് ഫിറ്റിക് റിയാക്ഷനാ നടക്കുക. ബെൻസീൻ്റെ മുകളിലേക്ക് ഈത്തൈൽ ഗ്രൂപ്പ് വന്നാൽ ഈത്തൈൽ ബെൻസീൻ ആണ് നമുക്ക് കിട്ടുക. ഇതൊരു ബ്രോമോസൈക്ലോഹെക്സൈൻ ആണ്. അതിന് മെഗ്നീഷ്യവുമായി ഡ്രൈ ഈത്തറിൽ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നടക്കുന്നത് പ്രിപ്പറേഷൻ ഓഫ് ഗ്രിഗ്നാർഡ് റിയേജന്റ് ആണ്. അപ്പൊ എന്താ സംഭവിക്കുക?
ഇതിൻ്റെ ഇടയിലേക്ക് ആര് വരും? മെഗ്നീഷ്യം വരും. മെഗ്നീഷ്യത്തിൻ്റെ കൂടെ ബ്രോമിൻ ഉണ്ട്. ഇതാണ് ഗ്രിഗ്നാർഡ് റിയേജന്റ്. അതിനെ വാട്ടറുമായി ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ആൽക്കെയിന് കിട്ടും. ഇവിടെ ഉണ്ടാവുന്ന ആൽക്കെയിന് സൈക്ലോഹെക്സൈൻ ആയിരിക്കും എന്നുള്ള കാര്യത്തിലും സംശയമില്ല. ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചു വെക്കേണ്ടതാണ്. നോക്കൂ മക്കളെ, ഗിവ് എൻ എക്സാമ്പിൾ ഫോർ സച്ച് കോമ്പൗണ്ട്. എന്ത് കോമ്പൗണ്ട്? Most of the organic chlorides, bromide, iodides react with certain metals to give compounds containing carbon metal. മക്കളെ കാർബൺ മെറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രിഗ്നാർഡ് റിയേജന്റ്. കാർബൺ മെറ്റൽ ബോണ്ടുള്ള കോമ്പൗണ്ട് ഗ്രിഗ്നാർഡ് റിയേജന്റിലേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ CH3Cl-നെ നമ്മൾ മെഗ്നീഷ്യം മെറ്റലുമായി ഡ്രൈ ഈത്തർ മീഡിയത്തിൽ ട്രീറ്റ് ചെയ്യാണ്. അപ്പോൾ മെഗ്നീഷ്യം നേരെ ഇവരുടെ ഇടയിലേക്ക് വരും. സോ വി വിൽ ഗെറ്റ് CH3MgCl. CH3MgCl, that is Grignard reagent. That is Grignard reagent. ഇങ്ങനെ Grignard reagent ഉണ്ടാക്കുക. യെസ്, ഇപ്പം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആ മക്കളെ ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അറീൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മളെ കാത്തിരിക്കുന്നത്. പഠിക്കാതെ പോവരുത്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റാ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ മക്കൾ പഠിക്കുക. ഓരോന്നും എഴുതി തന്നെ പഠിക്കുക. എന്നിട്ട് ലൈവിലേക്ക് വരിക. അവിടെ നമുക്കൊന്നുകൂടെ ഈ കാര്യങ്ങൾ പഠിക്കാം, ഒന്നുകൂടെ മനസ്സിലാക്കാം, നല്ല മാർക്കിലേക്ക് എത്താം. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാം. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്.